നമസ്കാരം. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന സംശയത്തെ തുടർന്ന് ടുണീഷ്യയിലെ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനമായ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയിലെ 7 അംഗങ്ങളെ തടങ്കലിൽ വെക്കാൻ കോടതിയുടെ ഉത്തരവ്. രാജ്യത്തെ ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് നീക്കം. മാർച്ച് 6-നാണ് സുമൂദ് ഫ്ലോട്ടിലയുടെ ടുണീഷ്യൻ കോർഡിനേഷൻ അംഗങ്ങളായ വയൽ നൌർ, ഭാര്യ ജവാഹർ ചന്ന, നബീൽ ചന്നൂഫി, മുഹമ്മദ് അമീൻ ബെന്നൂർ, സന മഹ്ദലി എന്നിവരുൾപ്പെടെയുള്ളവരെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അറസ്റ്റ് ചെയ്തത്. 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം നടന്ന വാദത്തിനൊടുവിലാണ് കള്ളപ്പണം വെളുപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ആദ്യ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയുടെ ഭാഗമായി നടത്തിയ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ സാമി ബെൻഗാസി വ്യക്തമാക്കി. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. തന്റെ കക്ഷികളെ ചോദ്യം ചെയ്യുക പോലും ചെയ്യാതെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു. ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് സമുദ്രമാർഗം സഹായമെത്തിക്കാനും ഉപരോധങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും രൂപീകരിച്ച കൂട്ടായ്മയാണ് സുമൂദ് ഫ്ലോട്ടില. മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ ഭീകരവിരുദ്ധ നിയമങ്ങൾ ചുമത്തുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അറസ്റ്റിലായ സുമൂദ് ഫ്ലോട്ടില പ്രവർത്തകർക്കെതിരെ നടന്നത് യഥാർത്ഥത്തിലുള്ള ചോദ്യം ചെയ്യലല്ലെന്നും മറിച്ച് അവർക്ക് മേൽ കുറ്റാരോപണങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു. വരും ദിവസങ്ങളിൽ കൃത്യമായി ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതിനിടെ പ്രവർത്തകരെ വേട്ടയാടുന്നതിനെതിരെ ഫിനാൻഷ്യൽ ജുഡീഷ്യൽ സെന്ററിന് പുറത്ത് ഡസൻ കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി ഒത്തുകൂടി. ടുണീഷ്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഭരണകൂടം അടിച്ചമർത്തുകയാണെന്ന് സിവിൽ സൊസൈറ്റി പ്രവർത്തകനായ മെഹ്ദി എല്ലൂച്ച് AFPയോട് പറഞ്ഞു. 2021 പ്രസിഡന്റ് കെയ് സെയ്ദ് അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ ടുണീഷ്യയിൽ വലിയ തോതിലുള്ള അടിച്ചമർത്തലുകളാണ് നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെ ജയിലിൽ അടയ്ക്കുന്നതിനൊപ്പം സിവിൽ സൊസൈറ്റി സംഘടനകൾക്കും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്കും മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഭരണകൂടം ഏർപ്പെടുത്തി വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ അറസ്റ്റുകളെ മനുഷ്യാവകാശ പ്രവർത്തകർ കാണുന്നത്. ഗസയിലേക്കുള്ള സഹായ കപ്പൽ നീക്കമായ ഗ്ലോബൽ സുമൂദ് പ്രവർത്തകർക്കെതിരെയുള്ള നടപടികളെ സംഘടന ശക്തമായി തന്നെ അപലപിച്ചു. നിയമപരമായ ഒത്തുചേരലുകൾക്ക് ആവർത്തിച്ച് നിരോധനം ഏർപ്പെടുത്തുന്നതും പ്രവർത്തകരെ തടങ്കലിലാക്കുന്നതും ഫലസ്തീൻ ജനതയോടുള്ള ടുണീഷ്യയുടെ ദീർഘകാല ഐക്യദാർഢ്യ ചരിത്രത്തിന് വിരുദ്ധമാണെന്നും സംഘടന പ്രസ്താവിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫ്ലോട്ടിൽ സജ്ജമാക്കാൻ സഹായിച്ച തുറമുഖ തൊഴിലാളികൾക്ക് പിന്തുണ അറിയിക്കുന്നതിനായി ടുണീസിന് സമീപമുള്ള സിദി ബൌദ് സെയ്ദ് തുറമുഖത്ത് മാർച്ച് 4-ന് ഒത്തുകൂടാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ആദ്യം ട്യൂണിസ് ഗവർണറുടെ പ്രാഥമിക അനുമതി ലഭിച്ചെങ്കിലും പിന്നീട് ഈ ചടങ്ങ് നിരോധിക്കുകയും ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നതിനടക്കം കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസുമായി ഉണ്ടായ സംഘർഷമാണ് അറസ്റ്റുകളിലേക്ക് നയിച്ചത്. സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദത്തെയും പീഡനത്തെയും സംഘാടകർ രൂക്ഷമായി വിമർശിച്ചു. ടുണീഷ്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകർക്കും സമാധാനപരമായ കൂട്ടായ്മകൾക്കും മേൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളിൽ ആംനസ്റ്റി ഇന്റർനാഷണലിലെ ടുണീഷ്യൻ വിഭാഗവും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗസയിലെ വംശഹത്യയ്ക്കും പട്ടിണിക്കുമെതിരെയുള്ള അഹിംസാപരമായ പ്രതികരണമാണ് തങ്ങളുടെ പ്രവർത്തനമെന്ന് ഗ്ലോബൽ സുമൂദ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ശരത്കാലത്ത് ഗസയിലേക്ക് സഹായം എത്തിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നെങ്കിലും ഇസ്രായേൽ അത് തടഞ്ഞിരുന്നു. ഫെബ്രുവരിയിൽ കൂടുതൽ വിപുലമായ രീതിയിൽ ഗസയിലേക്ക് സഹായം എത്തിക്കുമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് പ്രവർത്തകർക്കെതിരെ ടുണീഷ്യൻ ഭരണകൂടം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത്. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനായി രൂപീകരിച്ച സന്നദ്ധ സംഘടനയാണ് ഗ്ലോബൽ സുമൂദ്. ഇതിന്റെ ഭാഗമായ കപ്പലുകളെയാണ് ഫ്ലോട്ടില എന്ന് വിളിക്കുന്നത്. ഈ ഫ്ലോട്ടിലയുടെ ഏകോപന സമിതിയിലുണ്ടായിരുന്ന വയൽ നൌർ ഉൾപ്പെടെയുള്ള 7 ആക്ടിവിസ്റ്റുകളെയാണ് ടുണീഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഗ്രേറ്റർ തൻബർഗ് ഈ ഫ്ലോട്ടില പ്രസ്ഥാനത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഈ മാസം ആദ്യം ടുണീഷ്യയിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ഗ്രേറ്റർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ടുണീഷ്യൻ ഭരണകൂടം ഈ ആക്ടിവിസ്റ്റുകൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തിയതിനെയാണ് ചില കേന്ദ്രങ്ങൾ കള്ളക്കടത്ത് അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സമാധാനമായി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താനാണെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു.